ടു ഹിയർ. ഇപ്പോൾ ടൈം 12:10 രാത്രി. ഇത് നമ്മളെ ഈദ് ട്രിപ്പ് എന്ന് പറഞ്ഞ് ഇടാൻ വേണ്ടി വെച്ച വീഡിയോ ആയിരുന്നു, പക്ഷേ അത് വൻ ഫ്ലോപ്പായി. നമ്മൾ രാവിലെ ഒരു 11 മണിക്ക് 11:30 ഇങ്ങനെ ഇറങ്ങിയതാണ്. അതായത് നമ്മൾ ഈദ് ഡേ യൂഷ്വലി റിലേറ്റീവ്സ് വരിക പോവുക അങ്ങനത്തെ ഒരു വൈബാണ്. പിറ്റേ ദിവസമാണല്ലോ എല്ലാവരും എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞ് പോവുക. അങ്ങനെ ഞങ്ങളെ ഫാമിലിയും പിന്നെ ചിപ്പിക്ക ഫ്രണ്ട് ഫാമിലിയുമാണ് പോയി. പക്ഷേ നമ്മൾ അത്യാവശ്യം ലോങ് ഒരു സ്ഥലത്തായിരുന്നു. പക്ഷെ ഒരു ഹാഫ് ആൻ അവർ വിട്ടപ്പോൾ തന്നെ മഴ സ്റ്റാർട്ടായി. പക്ഷെ അത് ഇന്നലെ ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതങ്ങനെ തന്നെ പോയി. അതാണെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് അങ്ങനെയല്ല. പിന്നെ അറിയാമല്ലോ, ഗൾഫ് കൺട്രി എന്ന് പറയുമ്പോൾ മഴ പെയ്താൽ പിന്നെ അതങ്ങനെ തന്നെ വെള്ളം കെട്ടിക്കിടക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒഴുകി പോവുക, ഭൂമി ഓടിക്കുക അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലല്ലോ. അങ്ങനെ മൊത്തം ശോകമായി. പിന്നെ നമ്മൾ തിരിച്ച് വന്ന് അരമണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. ഏകദേശം അരമണിക്കൂർ ഡിസ്റ്റൻസ് വിട്ടത് തിരിച്ച് വരാൻ ഞങ്ങൾ ഏകദേശം 3 മണിക്കൂർ എടുത്ത്. കാരണം ഏത് റൂട്ട് പോകുമ്പോഴും അവിടെ ഒക്കെ വെള്ളം നിറഞ്ഞ് ഫില്ലായി കിടക്കുക. പിന്നെ കുറച്ച് സങ്കടകാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ഹോളിഡേ ആണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കാറിന് സേഫായിട്ടാണ് പാർക്ക് ചെയ്തതെന്നൊരു സമാധാനത്തിൽ കിടന്നുറങ്ങുന്നൊരു ടൈമാണ്. പക്ഷേ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് പല വണ്ടികളും ലൈക്ക് വെള്ളം ഫില്ലായി കിടക്കുക, കണ്ടില്ലേ ഈ വീഡിയോ തന്നെ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇത് 2 ദിവസം ഇവിടുത്തെ ചൂടും വെയിലും 2 ദിവസം കണ്ടിന്യൂസ് ആണെങ്കിൽ തന്നെ ഇതൊക്കെ സെറ്റ് ആവും കേട്ടോ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലേക്ക് വന്ന പോക്കറ്റ് റോഡാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അതായത് ഈ ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വലുതാക്കി പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. നമ്മൾ വരുന്ന വഴിക്ക് ചിപ്പിക്കാണ് നൈബർ കോൾ ചെയ്തിട്ട് പറയാണ്, വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു, എടാ നിൻ്റെ വണ്ടിയിൽ ഇപ്പം വെള്ളം കയറും കേട്ടോ, മുങ്ങും, വീട്ടിലിപ്പം വെള്ളം കയറും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ടെൻഷനായി. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടും സേഫാണ്. നമ്മൾ വീട്ടിൽ ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. കാരണം ഇൻ കേസ് ഇതേപോലെ ഒന്നും കൂടെ പെയ്താലോ അവിടെ നിൽക്കാൻ ഇവരും നമ്മുടെ കൂടെയുള്ള ഫാമിലി സമ്മതിച്ചില്ല. കാരണം റിസ്ക്കുമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവരെ കൂടെ തന്നെ ഇവരെ വീട്ടിലേക്ക് പോവാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടാലോ, സേഫസ്റ്റ് വേ ടു റീച്ച് പിന്നെ ഇവരെ ഫാമിലി നമ്മൾ അത്യാവശ്യം ക്ലോസ് ആണ്. ആള് ജിപ്പിക്കാൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ആളുടെ മിസ്സിസ് എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ 2 ക്യൂട്ട് കിഡ്സ് ഉണ്ട്. നല്ല വൈബാണ്. അപ്പം നമ്മൾ നൈറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് ഇവർ പറഞ്ഞു, ഇൻ കേസ് പെയ്താലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഫ്ലാറ്റിൽ തന്നെ. പിന്നെ ട്രിപ്പ് അങ്ങനെ ഫ്ലോപ്പായി. പക്ഷെ നമ്മൾ ആ ഒരു ട്രെയിൻ വൈബിൽ നല്ല കട്ടൻ കാപ്പി, നമ്മളെ ഇപ്പോഴത്തെ ആ റെയിൻ മൂഡിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ട്രിപ്പ് അടിക്കാൻ ഇഷ്ടം പോലെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.